മധ്യസ്ഥയെ അറിയാമോ? ഈശോയുടെ കുഞ്ഞു വിഷ്ണയെ കുഞ്ഞു കുസൃതികൾ കൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച വിഷ്ണു കൊച്ചു ത്രേസ്യ. നമ്മുടെ ചെറുപുഷ്പം തനിക്ക് കിട്ടിയ ഒരു മുട്ടായി ഈശോയുടെ നേരെ വെച്ച് നീട്ടി. പിന്നീട് ഒരു സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഓടി വന്ന രൂപക്കൂടിന്റെ മുന്നിൽ വെച്ച ആ മുട്ടായി ഒരു കുറുമ്പ് നിറഞ്ഞ പുഞ്ചിരിയോടെ അതെടുത്ത് വായിലിട്ട കുഞ്ഞു വിഷ്ണ കുറുമ്പാല സെന്റ് ജോസഫ് ദേവാലയത്തിലെ കുഞ്ഞു മിഷണറിമാർ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു ഈശോയ്ക്ക് ഒരു കുഞ്ഞു മിഠായി. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും വീട്ടിലിരുന്ന് ബോറടിച്ചു അല്ലേ? നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ? ഞാൻ കൊറോണ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്ററെ. മിടിക്കാട്ടോ. പിന്നെ മിഷലിംഗ് എന്താന്നറിയോ? മിഷലിംഗിന്റെ മധ്യസ്ഥ ആരാ? അറിയാലേ. പിന്നെ മിഷലിംഗിന്റെ മുദ്രാവാക്യം എന്താന്നറിയോ? സ്നേഹം, ത്യാഗം, സേവനം, സഹനം. നിങ്ങൾ അതുപോലെയൊക്കെ വീട്ടിൽ പ്രവർത്തിക്കാറുണ്ടോ? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരൊക്കെയാ മുട്ടായി കൊതിച്ചുകൾ? എനിക്ക് പപ്പ മുട്ടായി എന്നിട്ട് നീ ചേച്ചിക്കൊക്കെ കൊടുത്തോ? നല്ല കുട്ടിയാട്ടോ. എന്നാലേ നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? ഞാനൊരു കഥ പറയട്ടെ. നമുക്കിന്ന് മിസ് കൊച്ചു ത്രേസ്യയുടെ കഥ പറയാം. മിസ് കൊച്ചു ത്രേസ്യയില്ലേ ഭയങ്കര മുട്ടായി കൊതിച്ചായിരുന്നേ. ഒരു ദിവസം മിസ് കൊച്ചു ത്രേസ്യയുടെ കയ്യില് കൊറേ മുട്ടായി കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അയ്യോ, ഈശോയെ ആ മുട്ടായി തിന്നുവാണോ നോക്കാം. ഈശോയെ എടുത്തോട്ടെ, ബുദ്ധിയായിട്ടാ. കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് മിസ് കൊച്ചു ത്രേസ്യയുടെ കഥയൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഇതിലൂടെ എന്തൊക്കെയാ പഠിച്ചേ? നമുക്ക് കിട്ടുന്നതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. പിന്നെയോ, നമുക്ക് വീട്ടിൽ നിന്ന് മിഠായി മേടിക്കാൻ തരുന്ന പൈസ എല്ലാം സൂക്ഷിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കാം. എല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ. നമുക്ക് കിട്ടുന്നൊക്കെ എല്ലാവർക്കും പങ്കുവെക്കണം. എല്ലാവരും പങ്കുവെച്ച് പഠിക്കണം. നമുക്കെല്ലാവർക്കും മിസ് കൊച്ചു ത്രേസ്യയെ പോലെ ഒരു കുഞ്ഞു വിശുദ്ധിയാകാൻ ശ്രമിക്കാം കേട്ടോ. എന്നാലേ നമുക്കൊരു പ്രാർത്ഥന ചൊല്ലിയാലോ? എല്ലാവരും കൈയിങ്ങ തന്നേ. എന്റെ ഈശോയെ, ഞങ്ങളെല്ലാവരെയും മിസ് കൊച്ചു ത്രേസ്യയെ പോലെ ഒരു കൊച്ചു വിശുദ്ധിയായി മാറ്റണമേ. അഭിമാനിക്കാം ഭാരതത്തിലെ കുഞ്ഞു മിഷണറിമാരായതിൽ. ഈശോയുടെ ആ ചെറുപുഷ്പത്തെ പോലെ ദൈവരാജ്യത്തിന്റെ പടയാളികളായി നമുക്ക് ഇറങ്ങിത്തിരിക്കാം. സ്നേഹത്തോടെ കൈകൾ കോർക്കാം.